ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇപ്പോൾ റിലീസാകുന്ന പടങ്ങളൊക്കെ പൊട്ടിത്തകരുന്ന കാഴ്ച എന്നല്ല നമ്മൾ കാണുന്നത്. അതായത് മൾട്ടി സ്റ്റാർ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല. അതാണ് പടങ്ങളുടെ പരാജയത്തിന് കാരണം. 80കളിൽ മൾട്ടി സ്റ്റാർ ഫിലിമുകൾ വൻ വിജയം കൊയ്തിരുന്നു. അതായത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ, അതുപോലെ നസീർ സാറിൻ്റെ കൂടെ ജയൻ, സോമൻ, സുകുമാരൻ, അങ്ങനെ 4 പേരും കൂടി അഭിനയിക്കുന്ന പടം. അതേപോലെ മധു, സോമൻ, സുകുമാരൻ, ജയൻ. പിന്നീട് അങ്ങനെയുള്ള കുറേ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 5 നായകന്മാർ വരെ ഒരു പടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ഇറങ്ങുന്നില്ല. ഇപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ഇറങ്ങിയാൽ വിജയിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. അതായത് പ്രൊഡ്യൂസർമാർക്ക് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ഒരു വിജയിക്കാൻ സാധ്യതയുള്ള പടം 4 നടന്മാരെ വെച്ചിട്ട് പടം എടുക്കുക. ഒന്ന് പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, മുരളി ജയൻ, പ്രണവ് മോഹൻലാൽ, സജി സോമൻ. ഈ 5 നായകന്മാരിട്ടിട്ട് ഒരു പടം മൾട്ടി സ്റ്റാർ ഇറക്കി കഴിഞ്ഞാൽ നല്ല വിജയം കൊയ്യാം. അപ്പോൾ ആർക്കെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ അവർക്ക് പടം വിജയിക്കാനുള്ളൊരു ഐഡിയ പറഞ്ഞു കൊടുത്താണ്. കുറേ പ്രൊഡ്യൂസർമാരുടെ ഇടയിലും മാക്ടാന്തെല്ലാം പറഞ്ഞിട്ട് കുറേ പ്രൊഡ്യൂസർമാർക്ക് ഒന്നും ഇതില്ല, പടം വിജയിപ്പിക്കാൻ അറിയില്ല. ഇങ്ങനെ അവർ യോഗം കൂടും, ചായ കുടിച്ചിട്ട് പിരിയില്ലെന്ന് തോന്നും. പ്രൊഡ്യൂസർമാർക്ക് ഞാൻ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. താരപുത്രന്മാരിൽ തന്നെ തുടങ്ങാം നമുക്ക് മൾട്ടി സ്റ്റാർ ഫിലിം. ഞാൻ ഇപ്പം പറഞ്ഞ 5 നടന്മാർ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, മുരളി ജയൻ, പിന്നെ പ്രണവ് മോഹൻലാൽ, സജി സോമൻ. ഈ 5 പേരെ ഇട്ടിട്ട് ഒരു മൾട്ടി സ്റ്റാർ ഫിലിം എടുത്ത് നോക്കിയാൽ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവും. 200 കോടി 300 കോടിയിലേക്ക് പോകും. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.